എല്ലാവർക്കും നല്ല നമസ്കാരം. ബാലു അജയാണ്. മാർച്ച് 21 ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ അക്കൗണ്ട് ലോക്ക് ചെയ്യപ്പെടുകയുണ്ടായി. എന്തിനാണ് അവർ ലോക്ക് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അക്കൗണ്ട് പുറത്തുനിന്ന് ആരോ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു, ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. ഒരു 1.5 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. സാധാരണ ഇതുപോലെ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിനെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അതിന് ഒരുപക്ഷെ നമ്മൾ ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഇത് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫേസ്ബുക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് വേറൊരു അൺയൂഷ്വൽ ലൊക്കേഷനിൽ നിന്ന് ഒരു ലോഗിൻ ട്രൈ കണ്ടപ്പോൾ അവർ എൻ്റെ അക്കൗണ്ട് പിടിച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് മെയിൽ അയച്ചു. മാർച്ച് 21 എനിക്ക് മെയിൽ അയച്ചു, എൻ്റെ അക്കൗണ്ട് ലോക്ക് ചെയ്തു. അൺലോക്ക് ചെയ്യാനായിട്ട് മെയിലിൽ ഇങ്ങനെയായിരുന്നു: ഒരു അൺയൂഷ്വൽ ആക്ടിവിറ്റി ലോഗിൻ കണ്ടു, അതിനാൽ അക്കൗണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അൺലോക്ക് ചെയ്യാനായിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അൺലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടണൊക്കെ വെച്ചിട്ട്, എൻ്റെ ഒരു ലിങ്കൊക്കെ വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്നൊരു മെയിൽ വന്നു. ഞാനത് ശ്രദ്ധിച്ചത് മാർച്ച് 22 മാർച്ച് 21 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ മെയിൽ കാണുന്നത് മാർച്ച് 22 അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫേസ്ബുക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആക്ഷൻ എടുക്കാൻ നോക്കി. ഞാനപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു ഈ മെയിൽ കാണുന്ന സമയത്ത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ലോഗിൻ ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഞാൻ ലോഗിൻ ആയി. പിന്നെ കാണിക്കുന്നത്, ഞാൻ അടുത്ത സാധാരണ നമുക്കൊരു പ്രോംപ്റ്റ് വരാറുണ്ട്. ആ പ്രോംപ്റ്റിൽ ആക്സസ് കൊടുക്കാൻ പറഞ്ഞു. ആക്സസ് കൊടുത്തു. അത് അപ്രൂവൽ കൊടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ വെച്ച് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു പോപ്പപ്പും കൂടി വന്നു. ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു വിൻഡോ ആണ് എനിക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാളും ഉപയോഗിച്ചിട്ടുള്ള ഫോണിൽ നിന്ന് തന്നെയാണ് വീണ്ടും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് കുറച്ച് യൂട്യൂബിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരുപക്ഷെ ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ പേരിലായിരിക്കാം എനിക്കിപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റാത്തത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ വൈഫൈയും കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴും ഇതേ എറർ തന്നെയാണ്. പിന്നെ എനിക്കുള്ള അടുത്ത ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോസിൻ്റെ PC ആണ്. അപ്പോൾ ആ വിൻഡോസിൻ്റെ PC വെച്ച് ഞാൻ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു. സെയിം ഇഷ്യൂ തന്നെ അവിടെ എനിക്ക് കിട്ടി. സെയിം പേജ് തന്നെ അവിടെയും കിട്ടി. പിന്നെയുള്ള ഒരു ഐപാഡിൽ ഞാൻ ട്രൈ ചെയ്തു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഞാൻ ട്രൈ ചെയ്തു. ഡിഫറെൻറ്റ് വെബ് ബ്രൗസറും വഴി ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡീസ് നടത്തിയപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ ചാറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു ലോഗിൻ ചെയ്തതിന് ശേഷം. ഞാൻ അവരെ ചാറ്റിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കോൾ അവർക്ക് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫേസ്ബുക്ക് സെൽഫ് റീസ്റ്റാർട്ട് ആവാൻ കുറച്ച് സമയം കൊടുക്കണം, ഇതുപോലെ ആരോ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ലോക്ക് ചെയ്തത്. അപ്പോൾ സെൽഫ് റീസ്റ്റാർട്ട് ആവാൻ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഇത് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എത്ര സമയം കൊടുക്കേണ്ടി വരും? ഒരു 24 hours അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 24 hours വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ലോഗിൻ ചെയ്യാൻ നോക്കി. സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഫേസ്ബുക്ക് ചാറ്റ് ഓപ്ഷൻ സപ്പോർട്ട് വഴി, കാരണം ഈ പേജിൻ്റെ അതൊരു ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുവഴി ഞാൻ വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്തു. ഇതേ സെയിം കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു. ഇതുപോലെ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ശരിയായില്ല. അപ്പോൾ വീണ്ടും അവർ പറഞ്ഞത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കാം. അവരുടെ സൈഡിൽ നിന്ന് അവർ വേറൊരു ഇഷ്യൂസും ഒന്നും കാണുന്നില്ല. നിങ്ങളൊരു പിന്നെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടി കൊടുക്കുക. വേറെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞു തന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞ പോലെ തന്നെ സെൽഫ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. അത് ഈ എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ഒരു ദിവസം കൂടി ഞാൻ എക്സ്ട്രാ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും ലോഗിൻ ചെയ്തപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഞാൻ കൂടുതലും കോയമ്പത്തൂർ ആയതിൻ്റെ പേരിൽ ഇനി കോയമ്പത്തൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വൈഫൈയിൽ അഡ്രസ്സിൽ ഒരു പക്ഷേ ലോഗിൻ ചെയ്യാം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നായിരുന്നു. അപ്പോഴേക്കും 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 21 എൻ്റെ അക്കൗണ്ട് ലോക്ക് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും 25 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എന്ത് ചെയ്യുന്നു ഉള്ളൊരു ചിന്തിച്ചിട്ട് ഫേസ്ബുക്കിനെ നമുക്കിനി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്രീവൻസ് ഓഫീസർ എന്നിട്ടുള്ളൊരു മെയിൽ അഡ്രസ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ മെയിൽ അയച്ചു. അപ്പോൾ അവർക്ക് മെയിൽ അയച്ചു. മെയിൽ വഴി എല്ലാവർക്കും വേണ്ട ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട്
ആ ഫോമിൽ ഞാൻ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ആ ഫോം ഫില്ല് ചെയ്തവർക്ക് കൊടുത്തു. അപ്പോഴും അവർ എനിക്ക് റിപ്ലൈ തന്നത് അവർ വേറൊരു ഇഷ്യൂ ഒന്നും തന്നില്ല. കുറേ ഹെൽപ്പ്, ഫേസ്ബുക്കിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ലിങ്ക്സുകളാണ് തന്നെ. ആ ലിങ്ക്സ് വഴി അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി, ലോഗിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് മുഴുവൻ ഞാൻ 2-3 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ഞാൻ അരിച്ച് പറക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്നിട്ടാണ് ഞാൻ ഇവരെ വീണ്ടും കോൺടാക്ട് ചെയ്തത്. എന്നിട്ടും വേറെ ഒരു ഓപ്ഷൻസ് ആക്ച്വലി ലോഗിൻ എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐഡൻറ്റിറ്റി കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ വീണ്ടും അവർക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടും അതും അവർ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അവർ റിപ്ലൈ മെയിൽ അയച്ചു. പിന്നെ ഇപ്പോൾ ഇതിനോട് ഇടയിൽ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവരത് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 പ്രാവശ്യം എനിക്ക് ഫേസ്ബുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ചാറ്റ് വഴി. അതിനുശേഷം ആ ഓപ്ഷനും അവരവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ലിങ്ക്ഡ് ആണ്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ലോഗിൻ ചെയ്തപ്പോൾ അതിലൊരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെറ്റ വെരിഫൈ ആയതിൻ്റെ പേരിൽ ഈ ചാറ്റ് ഓപ്ഷനിൽ എനിക്ക് കോളിനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അവരപ്പം തന്നെ കോൾ എനിക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. മെറ്റ വഴി മീൻസ് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്ത് കാരണം ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പാരൻറ്റ് കമ്പനി സെയിം ആണ്, മെറ്റയാണല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. അവരെനിക്ക് കോൾ ബാക്ക് തന്നു. ഞാൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ അവരും പറഞ്ഞത് ഇതുപോലെ സെൽഫ് റീസ്റ്റാർട്ട് ആകാൻ കുറച്ച് സമയം കൊടുക്കണം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തായിരുന്നു, ഇത്ര നേരമായിട്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ചാറ്റ് അങ്ങനെ ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ എൻ്റെ അടുത്ത് എല്ലാ അക്കൗണ്ടിൽ നിന്നും ഫസ്റ്റ് ചാറ്റിൽ പറഞ്ഞ എല്ലാ അക്കൗണ്ടിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ചാറ്റിൽ ഇത് സെൽഫ് കൂളാവാനായിട്ട് ടൈം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അടുത്തത് എല്ലാ അക്കൗണ്ടിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാം. ഏതൊക്കെ ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ടോ അതൊക്കെ ലോഗ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊരു അക്കൗണ്ട് സെൻറ്റർ ഉണ്ട്. ആ അക്കൗണ്ട് സെൻറ്ററിൽ ഫേസ്ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി ഞാൻ എല്ലാ അക്കൗണ്ടിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്തു. കാരണം എൻ്റെ ഒരു ഫോൺ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ലോഗിൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 24 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ലോഗിൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തിട്ടും ശരിയായില്ല. പിന്നെ ഞാൻ വീണ്ടും ഇൻസ്റ്റാഗ്രാം സപ്പോർട്ടിനെ കോൺടാക്ട്, അപ്പോഴേക്കും ഇൻസ്റ്റാഗ്രാം സപ്പോർട്ടിൽ 2 കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും കോൺടാക്ട് ചെയ്തപ്പോൾ അവരെനിക്ക് പറഞ്ഞത് താങ്കളുടെ ലിമിറ്റ് തീർന്നിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ശ്രമിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി. അപ്പോഴും പറഞ്ഞു ലിമിറ്റ് തീർന്നു. അപ്പോൾ അവർക്ക് വേറെ പ്രയോറിറ്റി ആയിട്ടുള്ള യൂസേഴ്സിന് കൊടുക്കേണ്ടതുണ്ട്, താങ്കൾ കുറേ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും 24 മണിക്കൂർ പ്ലസ് ഒരു 5 മണിക്കൂറിന് ഇരുന്നു. കാരണം പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തു. ചെയ്തപ്പോൾ അവരെനിക്കൊരു സപ്പോർട്ട് കോഡ് തന്നു. ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓപ്ഷൻ വരും, ലോഗിൻ വിത്ത് സപ്പോർട്ട് കോഡ് എന്നുള്ളത്. ആ സപ്പോർട്ട് കോഡ് വെച്ച് ലോഗിൻ ചെയ്തപ്പോഴും സെയിം ഇതേ അവസ്ഥ തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തു. കാരണം ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സപ്പോർട്ട് കോഡ് വെച്ച് കൊടുക്കുമ്പോഴും സെയിം അവസ്ഥ, സെയിം വിൻഡോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, ഇതിന് മുമ്പ് ഉപയോഗിച്ചുള്ള ഡിവൈസ് വഴി ലോഗിൻ ചെയ്യാന്നുള്ള സെയിം എറർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. എൻ്റെ എന്തായാലും വ്യൂസ് കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ഞാൻ മെറ്റ വെരിഫൈഡ് അക്കൗണ്ടാണ്. അപ്പോൾ സാധാരണ ഒരു വെരിഫൈഡ് അക്കൗണ്ടായിട്ടുള്ള എനിക്ക് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോർമലി വെരിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ ഇടുമ്പോൾ അക്കൗണ്ട് ഇതുപോലെ ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ അപ്പോൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്തു, സംസാരിച്ചു, കോൾ റിക്വസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ സപ്പോർട്ട് കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വീണ്ടും അടുത്ത ദിവസം ഞാൻ അവരെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഇത്രയും ഹിസ്റ്ററി സംഭവിച്ചു, പക്ഷേ ഇതുവരെ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആളുടെ ഞാൻ കോൾ ബാക്ക് വെച്ചപ്പോൾ ആൾ പറഞ്ഞു ആൾ ബിസിയാണ്, കോൾ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പം ഇല്ല, അതുകൊണ്ട് ചാറ്റായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇതിനു മുമ്പ് ഇൻസ്റ്റഗ്രാം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ടിക്കറ്റ് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ കൊണ്ട് റീഡ് ചെയ്തിട്ട് ആൾക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കേണ്ട ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു പുതിയ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു. പുതിയ ഇമെയിൽ അഡ്രസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് വേറെ അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇത് പറ്റില്ല, ഇതുവരെ മെറ്റ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാത്ത ഏതെങ്കിലും അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വൈഫിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ ഇതും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ മെറ്റ അക്കൗണ്ടാണ് ഇൻസ്റ്റാഗ്രാം വരുന്നത്.
ഇതുവരെ ഇൻസ്റ്റഗ്രാമായിട്ട് അല്ലെങ്കിൽ മറ്റായിട്ട് ലിങ്ക് ചെയ്യാത്തൊരു അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജിമെയിൽ എന്തായാലും വേറെ എനിക്ക് ജിമെയിൽ അഡ്രസ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു സോഹോയുടെ ഒരു മെയിൽ ഐ ഡി ഉണ്ട്, അത് ഞാൻ കൊടുത്തു. അത് കൊടുത്തപ്പോൾ അതവർ എൻ്റെ ലിങ്ക് ചെയ്തു. അതിനുശേഷം എൻ്റെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ അവർ റിമൂവ് ചെയ്തു തന്നു. 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ റിമൂവ് ചെയ്ത് അതെനിക്കൊരു മെയിലും വന്നു, അവർ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ റിമൂവ് ചെയ്തു എന്നും മെയിൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ എൻ്റെ ഇഷ്യൂ സോൾവ് ആയി, എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു 24 മണിക്കൂർ സെയിം ഡിവൈസിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്തിട്ടു. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 8-9 ദിവസത്തോളം ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ ലോക്ക്ഡ് ആയിരുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലു അജയ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയിരുന്നു, കാണാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു അക്കൗണ്ടൊക്കെ തുടങ്ങിയായിരുന്നു, കാരണം ഇത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് തിരിച്ച് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പ്രോഗ്രസ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ പിറകെ പോയി. പിന്നെ ഞാൻ വീണ്ടും ഇപ്പം തിരിച്ച് വന്നിട്ട് വീഡിയോസൊക്കെ വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടുള്ളതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും ഇത് ഇത്രയും മെനക്കെട്ടിട്ട് ഞാൻ അവരുടെ അടുത്തുനിന്ന് വീണ്ടും ഒരുപാട് മെയിലും റിക്വസ്റ്റും എല്ലാം അയച്ചിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് വീണ്ടും ഞാൻ തിരിച്ച് പിടിച്ചിട്ടുള്ളത്. ഇനിയും ഈ വീഡിയോസ് ഒരുപാട് ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ലപോലെ നമുക്ക് വീഡിയോസ് ഇടാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഈ ടൈമുകളിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു, വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അവരുടെ അടുത്തൊക്കെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും വളരെയധികം താങ്ക്സ് ഉണ്ട്. ആരുടെ അടുത്തും ഞാൻ ഒരു പക്ഷേ പറഞ്ഞിട്ടില്ല എൻ്റെ അക്കൗണ്ട് ലോക്ക്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പേരുടെ അടുത്ത് മാത്രമേ ഞാനിത് അറിയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ട്, വൈഫിന് അറിയായിരുന്നു. വേറെ ആർക്കും എൻ്റെ അക്കൗണ്ട് ഇതുപോലെ ലോക്ക്ഡ് ആയിരുന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഞാൻ വീണ്ടും ഇതുപോലെ അക്കൗണ്ട് ഓപ്പൺ ആക്കി എനേബിൾ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യൂസിലും കുറച്ച് ഡൗൺ ഒക്കെ പറ്റിയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ്ലി ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും വീഡിയോസ് ആ സമയത്തുള്ള ഒരു ഡൗൺ ശരിക്കും വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വീഡിയോസിൻ്റെ വ്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും വീഡിയോസ് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നാടൻപാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ഇത്ര നാളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നാടൻപാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് തുടർന്നും ചെയ്യാനുള്ളത്. നാടൻപാട്ട് സമിതികളെയും നാടൻപാട്ട് കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഞാൻ ചെയ്യുന്ന സപ്പോർട്ട് പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറും അവരിലേക്ക് എത്തട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്, എന്തെങ്കിലും ഇതുപോലെ ഫേസ്ബുക്കിൽ ലോക്കായിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരെ എങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്തു, എന്തൊക്കെ ചെയ്തു, ആർക്കെങ്കിലും എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ജസ്റ്റ് എന്നൊന്നും കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവിധ സപ്പോർട്ടുകളും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ ബൈ.